കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്കൊരുമിച്ച് ഈ പ്രഭാതത്തിലും ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടികളാണ് എന്ന ഒരു ഭാഗം നമ്മൾ ദൈവാത്മാവിൽ കാണുകയായിരുന്നല്ലോ. പുതിയ സൃഷ്ടികളുടെ പ്രാധാന്യത നമ്മൾ തിരുവചനത്തിൽ കണ്ടു. പുതിയ സൃഷ്ടികളായ നമ്മൾ, പഴയ സൃഷ്ടികൾ അല്ലെങ്കിൽ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് പൂർണ്ണമായിരുന്നു. 2, അത് ആത്മാവും വചനവുമായിരുന്നു. 3, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇങ്ങനെ പ്രധാനമായ 3-4 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്നലെ രാവിലെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. വെളിച്ചം ദൈവം സൃഷ്ടിച്ചപ്പോൾ വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. പഴയ സൃഷ്ടിയിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം വെളിച്ചം നല്ലതെന്ന് കണ്ട് ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു. ഇത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-4 വാക്യത്തിൽ കാണാം. ഇവിടെയാണ് ആദ്യത്തെ സൃഷ്ടിപ്പ് നടക്കുന്നത്, ആദ്യത്തെ വേർതിരിക്കൽ നടക്കുന്നത്. പുതിയ നിയമത്തിനകത്ത് 2 കൊരിന്ത്യർ 6-14 വാക്യത്തിൽ അങ്ങനെ തന്നെ പറയുന്നു, വെളിച്ചത്തിനും അധർമ്മത്തിനും തമ്മിൽ എന്ത് യോജ്യതയില്ല എന്ന് നമുക്കവിടെ കാണാം. അപ്പം ദൈവം ഈ ഭൂമിയിൽ പുതിയ സൃഷ്ടികളാക്കി സൃഷ്ടിച്ചിരിക്കുന്ന നമ്മെ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാക്കി നമ്മെ വെച്ചിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള മനുഷ്യൻ ഭൗമികമായത് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകത, നാം ദൈവാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാകയാൽ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. ആകയാൽ നാം നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, നമ്മുടെ മറ്റ് സമസ്ത മേഖലകളിലും നമുക്ക് ദൈവത്താൽ ആഴമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇന്ന് രാവിലെ പ്രവേശിക്കാം. ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ് നമ്മുടെ വായിക്കുന്നത്. മേലിൽ നിന്ന് വരുന്നവൻ മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. 2 വ്യക്തികളുടെ പറയുകയാണ്. ഒന്ന് ഭൂമിയിൽ നിന്നുള്ളവൻ, മറ്റൊന്ന് സ്വർഗത്തിൽ നിന്നുള്ളവൻ. നമ്മളെല്ലാവരും ഭൂമിയിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ സ്വർഗത്തിൽ നിന്നുള്ളവരായി മാറി. ഞാനപ്പോൾ അതൊന്നുകൂടെ പറയും. നമ്മളെല്ലാം ഭൂമിയിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ നാം അവൻ്റെ വചനത്താൽ അവനാൽ ജനിച്ചപ്പോൾ നാം സ്വർഗത്തിൽ നിന്നുള്ളവരായി മാറി. ഈ വാക്യം നിങ്ങൾ കണ്ടോ? ഡയന സിസ്റ്റർ ഈ 3 വാക്യോടൊന്ന് വായിച്ചു. 14 വാക്യം യോഹന്നാൻ 17-14 വായിച്ചു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ഈ വാക്യം കൂടെ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അടുത്തത്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഈ വാക്യം കൂടെ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. കണ്ടോ? അപ്പൊ ഇവിടെ ഒരു വലിയ തത്വം കർത്താവ് കൊണ്ടുവരികയാണ്. കർത്താവ് സ്വർഗീയനാണ്. സ്വർഗീയനായ കർത്താവിൻ്റെ വചനം തൻ്റെ പിതാവ് അവന് കൊടുത്തവർക്ക് കൊടുത്ത്, ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. കണ്ടോ? അപ്പോൾ ഇവരടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കർത്താവ്
ഇവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. അവന് കാരണം എന്താ ഉണ്ടായത്? വചനത്താൽ, സത്യത്താൽ. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മീറ്റിങ്ങിനകത്ത് ഞാനത് പറഞ്ഞിരുന്നു. 3 കാരണത്താൽ. 1 നിത്യജീവനാൽ, 2 വചനത്തിൻ്റെ 2 തലങ്ങളാൽ, 3 മഹത്വത്താൽ. ഒരു വ്യക്തിയെ ക്രിസ്തു എന്ന തലയോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തേജസ്കരിക്കുന്നത് ഈ 3 ഘടകങ്ങളാലാണ്. ദൈവിക മഹത്വത്താൽ നിറയ്ക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, വീണ്ടും ജനിക്കപ്പെട്ട നമ്മൾ, പുതുസൃഷ്ടികളായ നമ്മൾ പ്രത്യേകമായ സ്വർഗീയ നിയന്ത്രണത്താൽ അവൻ്റെ ജീവനാൽ നിറയുമ്പോൾ നാം ഈ ഭൂമിയിൽ മറ്റൊരു തലത്തിൽ നാം ജീവിക്കുന്നവരായി മാറുകയാണ്. മറ്റൊരു തലത്തിൽ നാം ജീവിക്കുന്നവരായി മാറുകയാണ്. ഞാൻ അവനെങ്ങനെ പറയും? അവർ ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ക്ലൈമറ്റിനെ, സ്വർഗത്തിൻ്റെ സ്വർഗതലങ്ങളെ ഈ ഭൂമിയിൽ അവർ ഉളവാക്കുന്നവരായി മാറും, അല്ലെങ്കിൽ അതിനെ അവർ ആക്ടിവേറ്റ് ചെയ്യുന്നവരായി മാറും. അർത്ഥാൽ സ്വർഗീയ സ്ഥാനാപതികളായി നിങ്ങൾ ഭൂമിയെ ഭരിക്കാൻ തുടങ്ങും. സ്വർഗത്തിൻ്റെ അംബാസിഡേഴ്സായി നിങ്ങൾ മാറും. സ്വർഗത്തിൻ്റെ പൗരന്മാർ എന്ന നിലയിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. 2 പദപ്രയോഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 നിങ്ങൾ സ്വർഗത്തിലെ പൗരന്മാരായി, 2 നിങ്ങൾ സ്വർഗത്തിലെ അംബാസിഡേഴ്സായി. ഇതൊക്കെ പുതിയ നിയമത്തിലെ മഹത്വകരമേറിയ വചസ്സുകളാണ് കേട്ടോ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. പൗരന്മാരെന്ന വാക്ക് പിന്നെ എല്ലാവരും അകത്ത് കയറി കിടക്കുന്നൊരു വാക്യമാണ്. ഈ വാക്യം നിങ്ങളുടെ അകത്ത് ഒന്ന് കയറി നോക്കി. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. നൗ ദെൻ വി ആർ അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. കണ്ടോ, ഞാനിത് ചർച്ചിനകത്ത് ക്ലാസ് എടുത്തപ്പോൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അംബാസിഡർ പ്രത്യേകത, അവൻ എംബസിക്കകത്താണ് ജീവിക്കുന്നത്. എംബസിക്കകത്താണ് അവൻ നിലനിൽക്കുന്നത്. ഒരു അംബാസിഡർ ഒരു രാജ്യത്തുണ്ടെങ്കിൽ, അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിലുണ്ടെങ്കിൽ, അംബാസിഡറിന് ചുറ്റും ഒരു എംബസിയുണ്ട്. ആ എംബസിയുടെ ഭാഷ, ആ എംബസിക്കകത്തുള്ള ഭാഷ, എംബസിക്കകത്തുള്ള വസ്ത്രധാരണം, എംബസിക്കകത്തുള്ള അവരുടെ ഡീലിങ്സുകൾ, എംബസിക്കകത്തുള്ള ഫൈനാൻസ്, എംബസിക്കകത്തുള്ള സകലതും ആ രാജ്യത്തിൻ്റെ, ഏത് രാജ്യത്തിൻ്റെതാണോ ആ രാജ്യത്തിൻ്റെ സ്ട്രക്ചറാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ ന്യൂക്രിയേഷനായ നിങ്ങൾ ഈ ഭൂമിയിൽ, നിങ്ങൾ താമസിക്കുന്ന ഭവനം, നിങ്ങളായിരിക്കുന്ന സഭ, നിങ്ങളായിരിക്കുന്ന ദേശം, നിങ്ങൾ മറ്റൊരു ക്ലൈമറ്റ് അവിടെ ഉണ്ടാക്കുന്നവരായി മാറും. മറ്റൊരു ക്ലൈമറ്റ് നിങ്ങൾ അവിടെ ദൈവത്താൽ ഉണ്ടാക്കാൻ തുടങ്ങും. നിങ്ങൾ അധികാരം, സ്വർഗീയ അധികാരം നിങ്ങളിവിടെ തുറന്നു വരാൻ തുടങ്ങും. അർത്ഥാൽ നിങ്ങൾ ഭൂമിയെ സ്വർഗം കൊണ്ട് നിറയ്ക്കും, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് സ്വർഗത്തെ നിങ്ങൾ ഇറക്കി കൊണ്ടുവരുന്നവരായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നിങ്ങൾ ഒരു ന്യൂ ക്രിയേഷൻ ആണെങ്കിൽ, നിങ്ങൾ മറ്റൊരു ക്ലൈമറ്റ് ഉണ്ടാക്കുന്നവരാണ്, മറ്റൊരു ചിന്താമണ്ഡലം. നിങ്ങളുടെ ചിന്താമണ്ഡലം, നിങ്ങളുടെ പ്രവർത്തന മേഖല, നിങ്ങളുടെ മനോഭാവങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം ഹെവൻ ക്ലൈമറ്റിൻ്റെ കീഴിലായി മാറാൻ തുടങ്ങും. നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, അങ്ങനെ ഒരു തലത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ മൈൻഡിലേക്ക് വന്നുള്ള മെച്ചം എന്താണ്? ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ശക്തമായ കൊടുങ്കാറ്റടിച്ച് പടക് കടലിനകത്ത് മുങ്ങാൻ നിൽക്കുമ്പോഴും ആ കടലിനകത്ത് പടക് എങ്ങനെ അലയുമെന്ന് അറിയുമ്പോഴും ആ പടകിൻ്റെ അമരം തലയിണിയാക്കി വെച്ച് കർത്താവ് കിടന്നുറങ്ങണമെങ്കിൽ കർത്താവിലുണ്ടായിരുന്ന മനോഭാവം എന്താണ്? ചിന്താമണ്ഡലം എന്താണ്? ഒന്നിൻ്റെ നടുവിലും തളരാത്തവനായി, ഒന്നിൻ്റെ നടുവിലും അതിൻ്റെ നടുവിൽ ഒന്നിൻ്റെ നടുവിലും ആശങ്കപ്പെടാത്തവനായി, ഒന്നിൻ്റെ നടുവിൽ തളരാത്തവനായി, എന്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം പിതാവ് നിവർത്തിക്കുമെന്ന ഉറപ്പിൽ ധൈര്യത്തോടെ സകലവരും അഭിമുഖീകരിച്ച കർത്താവ് നമ്മെ പുതിയ സൃഷ്ടികളാക്കിയിരിക്കുക. നാം അവൻ്റെ അകത്താണ്, നാം അവനിലാണ്. അപ്പൊ ഒന്നും നിന്നെ തളർത്താത്തൊരു ജീവിതമുണ്ടോ? ഒന്നും നിന്നെ വേദനിപ്പിക്കാത്തൊരു ജീവിതമുണ്ടോ? ഒന്നിന്റെ നടുവിൽ നീ ഇളകാത്തൊരു ജീവിതമുണ്ടോ? ആ ജീവിതമല്ലേ ന്യൂ ക്രിയേഷൻ? അത് മറ്റൊരു ജീവിതമല്ലേ? അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം അനുഭവിക്കുന്നത്, നാട്ടുകാർ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്താമണ്ഡലം തന്നെയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്താ അവരിൽ വ്യത്യസ്തരായി നിൽക്കുന്നത്?
ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങനത്തെ ഒരു തല ഞങ്ങളുടെ മേൽ തുറക്കണമേ. ഞങ്ങൾ ന്യൂ ക്രിയേഷനാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കൃപ ദൈവം തരുമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ മുതൽ നിങ്ങൾ ന്യൂ ക്രിയേഷനാണ്. നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ ക്രിസ്തുവിലാണ്. ഞാൻ ഒരു ദിവസം നിങ്ങൾക്കൊരു ഒരു ചെറിയ വീഡിയോ കാണിച്ചു തന്നിരുന്നു. ത്രിയേകനായ ദൈവത്തിനകത്തേക്ക് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പുത്രനിലൂടെ പ്രവേശനം ലഭിച്ചത്. അത് നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ ഭരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ജീവിക്കുന്നത് ആ സ്വർഗതലങ്ങളിലെ മഹിമയിലായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് കർത്താവിനോട് ഈ വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് നിറച്ചു നൽകണമേ. പലതിൻ്റെ അകത്ത് കിടന്ന് നമ്മുടെ പാട്ടുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രസംഗങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നേരെ തിരിച്ചു പറയുമ്പോൾ ഇതകത്ത് കയറാൻ ഭയങ്കര പാടാണ്. കാരണം കണ്ണുനീരോ, കരയുക, നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, ഓളിയിടുക, ഇതൊക്കെ നമ്മുടെ വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അതാണ്. എന്നാൽ ഇന്ന് രാവിലെ തിരിച്ചൊരു ചിത്രം നിങ്ങളുടെ അകത്ത് കയറി വരുമോ? നമുക്ക് ദൈവത്തിന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്തിൻ്റെ നടുവിലും ഞങ്ങളെ അങ്ങ് പുതിയ സൃഷ്ടികളാക്കി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അനുഭവിക്കുന്നതൊന്നും, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊന്നും ഞങ്ങളെ തൊടാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ സ്വർഗീയന്മാരായവനെ അതിജീവിക്കും എന്ന ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് ദൈവാത്മ തുറക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ സ്വർഗീയ അംബാസിഡേഴ്സാണ്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ പ്രയാസങ്ങളുണ്ടായി. ഈ മറ്റൊരു രാജ്യത്തിൻ്റെ അംബാസിഡർമാർ ഇവിടെ പലരുണ്ട് ഇന്ത്യക്കകത്ത്. അവരെ ആരെങ്കിലും ഇത് ബാധിച്ചോ? അവരെ ഫൈനാൻഷ്യൽ മേഖല ബാധിച്ചോ? അവരെ ഭക്ഷണത്തെ ബാധിച്ചോ? ഇന്ത്യയിൽ നടക്കുന്ന ഒന്നും അവരെ ബാധിക്കുകയില്ല എന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്, എന്ന ഒരു തലം നമുക്കുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കിങ്ഡം ഫൈനാൻസ് ഓപ്പൺ ആയി വരും. നിങ്ങളുടെ വീട്ടിൽ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ ഭവനത്തിൽ ഓപ്പൺ ആയി വരും. കിങ്ഡം അനോയിന്റിങ് നിങ്ങളുടെ മേൽ ഓപ്പൺ ആയി വരും. കിങ്ഷിപ്പ് നിങ്ങളുടെ മേൽ ഓപ്പൺ ആയി വരും. കിങ്ഡം ഫെസിലിറ്റികൾ നിങ്ങളുടെ കുടുംബത്തിൽ ഓപ്പൺ ആയി വരും. പക്ഷെ നിങ്ങളുടെ മൈൻഡ് കിങ്ഡം ചിന്തകളാൽ നിറയണം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അങ്ങനെ, കർത്താവേ ഞങ്ങളെ കിങ്ഡം മൈൻഡ് സെറ്റിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1-2 മിനിറ്റുകൾ നിങ്ങളുടെ മൈക്കിളെല്ലാം മൺവീട്ടിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു തലത്തേക്ക് ദൈവാത്മ നിങ്ങൾ വളർത്തണം. നിങ്ങൾ സ്വർഗീയ അംബാസിഡേഴ്സാണ്. മൈക്കിളെല്ലാം മൺവീട്ടിൽ പ്രാർത്ഥിച്ചോ. ആ ഒരു വാക്യം ഞാൻ ടെക്സ്റ്റിലിടാം, ആ ഒരു വാക്യം ഞാൻ സ്ക്രീനിലിടാം. നിങ്ങൾ സ്വർഗത്തിലെ അംബാസിഡർമാരാണ്. അത് നിങ്ങളുടെ അകത്തൊന്ന് പതിയട്ടെ. പ്രൗഢമനഘടകനം
ധനാരകനാദിരാധനം അഞ്ചൽഖനാദിരാധന പ്രൗഷസ്കനാദിരാധന പ്രൗഢപനഘടകനാരഘടകശസ്കനാദിരാധനം ലിഭാന ജബശസ്കന പ്രൗഢപനം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? അതെ അതെ. ഓക്കെ ഓക്കെ. ആരെങ്കിലും സൗണ്ട് അങ്ങനെ ബ്രേക്ക് ആവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓൺ ചെയ്തോ, അല്ല ഒന്ന് ലീവ് ചെയ്ത് കയറി നോക്ക്. ചിലപ്പോൾ നിങ്ങളുടെ അവിടുത്തെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ ഉണ്ടാകാം കേട്ടോ. നമ്മുടെ അകത്ത് നമ്മൾ പുതിയ സൃഷ്ടികളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസുകളാണ് എന്ന വചനങ്ങളൊന്നും ശക്തിയോട് അകത്ത് പ്രകാശിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ നിയമത്തിൻ്റെ സത്യങ്ങളുടെ വെളിപ്പാടുകളില്ലാത്ത ആളുകൾ പ്രസംഗിച്ച കുറേ പ്രസംഗങ്ങൾ നമ്മുടെ അകത്തുണ്ട്. അതിന് കാരണം നമ്മുടെ അടുക്കൽ വരുന്ന ആളുകൾ പറയും, നിങ്ങൾ വിചാരപ്പെടണം, നിങ്ങൾ വ്യാകുലപ്പെടണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് വ്യാകുലപ്പെടണം, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് വ്യാകുലപ്പെടണം എന്നൊക്കെ ഇവർ പറയും. അത് പറയട്ടെ, അവർ പറയുന്നത് ബൈബിളിലെ മൊത്തത്തിലുള്ള ഒരു അവലോകനത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ നിങ്ങൾ ആരാണ്? പുത്രന്മാരായി വളർച്ച പ്രാപിച്ചവരാണ്. നിങ്ങൾ ന്യൂ ക്രിയേഷനാണ്. നിങ്ങൾ ഈ വാക്യം വായിച്ചു നോക്കി, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ കരുത്തുള്ള ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ മാറ്റണം, നിങ്ങളുടെ അന്വേഷണം മാറ്റണം. അർത്ഥം പറയുകയാണ്, നിങ്ങൾ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടാകും, ഉണ്ടായേ പറ്റൂ. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ചിന്ത എങ്ങനെയാ? ഈ വകയൊക്കെയും ജാതികളാണ് അന്വേഷിക്കുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നില്ല. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെക്കാൾ നന്നായി അറിയുന്ന ഒരു അപ്പൻ നിങ്ങൾക്കുണ്ടോ? ഇത് നിങ്ങളുടെ അകത്തൊന്ന് കയറൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെക്കാൾ നന്നായി, നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരു അപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ? അപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ നാളേക്കായി വിചാരപ്പെടരുത്. അപ്പൊ നിങ്ങൾക്ക് വിചാരപ്പെടാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് തന്നെ പറഞ്ഞ കാര്യം, ഞാനല്ലല്ലോ ഇത് പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കണം. പക്ഷെ നമ്മൾ നോക്കുകയില്ല, ജന്മോണ്ടേ നോക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആകാശത്തിലെ പറവകളെ നോക്കണം. 2, നിങ്ങൾ വയലിലെ താമരയെ നോക്കണം. താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കണം. ഇത് രണ്ടും ആയുസ്സിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വേണ്ട, 50 വയസ്സോ 60 വയസ്സൊക്കെ പ്രായം, 30, 40, 50, 60 വയസ്സ് പ്രായം ഒക്കെ നമ്മൾ ആ പ്രായത്തിന്റെ സ്ട്രക്ചർ ഉള്ളവരാണല്ലോ. കർത്താവ് പറഞ്ഞ കാര്യം
അനുസരിക്കണമല്ലോ നമ്മള്. ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നോക്കിയിട്ട് മോളിൽ കൂടെ പറവ ഒരെണ്ണം പറക്കുന്നുണ്ടെങ്കിൽ കാക്കയോ പറവയോ അല്ല എന്താ പ്രാവോ, പ്രാവ് ഉണ്ടാവില്ല അല്ലെ, കാക്കയോ ഏതെങ്കിലും പക്ഷി പറക്കുമ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് നോക്കണം കേട്ടോ. ഇവിടെ അത് കൊയ്യുന്നില്ല, അത് വിതയ്ക്കുന്നില്ല, കളത്തിൽ കൂട്ടിവെക്കുന്നില്ല. അടുത്ത വാക്ക്, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? പിച്ചിമാഷ് ഈ വാക്യം വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചപ്പോൾ പിച്ചിമാഷ് ഇത് പ്രസംഗിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ പറഞ്ഞൊരു സംഭവം എൻ്റെ അകത്ത് ഓർമ്മ വരുന്നുണ്ട്. പിച്ചിയിൽ പിച്ചി സ്കൂളുണ്ട്. അപ്പൊ ഈ പിച്ചി സ്കൂള് പിള്ളേർക്ക് ഉച്ചയ്ക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവ് കൊടുക്കും. അപ്പൊ ഈ ഉപ്മാവ് കഴിച്ചിട്ട് പിള്ളേര് ഉപ്മാവ് വലിച്ചെറിയുമ്പോൾ ഈ ഗോതമ്പ് തിന്നാനായിട്ട് കാക്കകൾ വരും. അപ്പൊ പിള്ളേർക്ക് കൊടുത്ത ഉപ്മാവാണ് കാക്ക തിന്നുന്നത്, കളഞ്ഞു പോയതാണ് തിന്നുന്നത്. അപ്പൊ പിച്ചി ഭാഷ ഒരു പദമുണ്ട്, പീച്ചിയിലെ കാക്കയെ പോറ്റാൻ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് കൈമാറി. അത് ഇന്ത്യൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കൈമാറി. കേരള സ്റ്റേറ്റ് അത് സ്കൂളുകളിലേക്ക് വിതരണം ചെയ്ത്, സ്കൂളിൽ അത് ആളുകളെ വെച്ച് അത് വേവിച്ച് അത് പിള്ളേരുടെ അടുക്കൽ കൊണ്ടുവന്ന് അവർക്കത് അളന്നുകൊടുത്ത് അല്ലെങ്കിൽ അവർക്കത് വിളമ്പിക്കൊടുത്ത് പിള്ളേരുടെ വയറ് തൃപ്തിയാക്കി ബാക്കിയുള്ളത് കളയുമ്പോൾ ആ കളഞ്ഞ ഗോതമ്പ് തിന്നാൻ വരുന്ന കാക്കയെ നിന്നെയും എന്റെ ദൈവം പോഷിപ്പിക്കുക. അമേരിക്കയിൽ നിന്നുള്ള, അന്ന് അമേരിക്ക എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര, ഞാനീ പറഞ്ഞത് 40 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഗോതമ്പ് കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറവയെ നോക്കി ഇത് പഠിക്ക്. ദൈവം നിങ്ങളെ അങ്ങനെ പോറ്റാൻ വിശ്വസ്തനാണ്. അപ്പൊ ന്യൂക്രിയേഷൻ ആയവരുടെ എന്താ ഞാൻ ഈ പറഞ്ഞിരുന്നത് അറിയാമോ? നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടാതെ ഇതെല്ലാം നിങ്ങൾ അപ്പനുമായിട്ടൊരു ബന്ധം നിങ്ങൾക്കുള്ളത് ഉറച്ചുകൊണ്ട്, നിങ്ങൾ ന്യൂക്രിയേഷൻ ആണെന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കർത്താവേ നിന്റെ രാജ്യവും നിന്റെ നീതിയും എന്നിൽ തുറക്കണമേ, എന്നിൽ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ അതന്വേഷിക്കുകയാണ്. ഇന്ന് രാവിലെ നാം അതന്വേഷിക്കുമ്പോൾ ബാക്കി മുഴുവൻ അവൻ നമ്മിൽ തുറക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ പിതാവ് എൻട്രാക്കിയിരിക്കുന്ന, പ്രവേശിപ്പിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെ. കർത്താവേ ആ രാജ്യത്തിന്റെ മഹിമ തുറക്കണമേ, നിന്റെ രാജ്യം തുറക്കണമേ, നിന്റെ രാജ്യം ഞങ്ങളിലൂടെ വെളിപ്പെടണമേ, നിന്റെ രാജ്യം ഞങ്ങളുടെ മേലെ അങ്ങ് പകർന്നു വന്നിരിക്കുന്നല്ലോ, രാജ്യത്തിന്റെ ശക്തി അങ്ങ് തുറക്കണമേ. പ്രാർത്ഥിക്കാമോ നമുക്ക്? മൈക്കിളൊക്കെ അൺമ്യൂട്ട് അങ്ങനെ പ്രാർത്ഥിച്ചോ. ദൈവരാജ്യം അവൻ നമ്മുടെ അകത്ത് തുറന്നിരിക്കുകയാണ്. എല്ലാ മൈക്ക് അൺമ്യൂട്ട് പ്രാർത്ഥിച്ചു ഷാബന. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടരുത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. മനസ്സിനെ അങ്ങനെ ഒന്ന് പഠിപ്പിച്ച് ആവശ്യങ്ങളുടെ മടിവിൽ നിൽക്കുന്നവർ, വേദനകളുടെ മടിവിൽ നിൽക്കുന്നവർ, പ്രയാസങ്ങളുടെ മടിവിൽ നിൽക്കുന്നവർ, പ്രതിസഭയുടെ മടിവിൽ നിൽക്കുന്നവർ, ഓ നിങ്ങൾക്കൊരു അപ്പനുണ്ട് കേട്ടോ, നിങ്ങൾക്കൊരു പിതാവുണ്ട് കേട്ടോ, നിങ്ങൾക്കൊരു പിതാവുണ്ട് കേട്ടോ, നിങ്ങൾക്കൊരു അപ്പനുണ്ട്. നിങ്ങൾ ആ അപ്പൻ നിന്റെ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള വെളിപ്പാട് നിൽക്ക്. രാജ്യത്തിന്റെ അകത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, തലത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ടൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അപ്പായെ ആക്കി കർത്താവെ ഞാൻ നിന്റെ അകത്താണെന്നുള്ള ബോധ്യത്തില്, എന്റെ കർത്താവ് എന്റെ അപ്പൻ ആരാണെന്നുള്ള ബോധ്യത്തില്, വെളിപ്പാടില് എന്റെ അപ്പയെ
കർത്താവിന്റെ എന്റെ കർത്താവിന്റെ ലോകത്തിലല്ല, എന്റെ കർത്താവ് യേശുവിന്റെ അവിടുത്തെ സ്വർഗത്തിലെ അകത്ത് എന്നെ ആക്കി Rakana, Jagalkanadra, Prosheskana. Attara, Dirapshar, Skamba Proudabana, Hadurabana Gadagadana. Ladal Kanadira, Praushabana, Chama Proudabana, Hadal Kadagadana. Shaba, Lantal Kanadira, Proudabana, Chama Praushabana, Andal Kadagadana, Vadarabana Gadagadana, Yella Chindagulangalim, Yella Parangalim, Yella Vyagulabagalim, അതിനുള്ള കരുത്ത് കർത്താവ് ഈ രാവിലെ അങ്ങയുടെ ജനത്തിന്റെ അകത്തേക്ക് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തിന്റെ അകത്തേക്ക് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശബനഘടകഥനം ഞാൻ നിങ്ങളുടെ മനസ്സിനകത്ത് ദൈവത്തിലുള്ള പിതാവിലുള്ള ഉറപ്പ് ദൈവത്തിൻ്റെ വചനത്താൽ വർദ്ധിപ്പിക്കാനാണ് ഞാൻ ഈ വചനങ്ങൾ നിങ്ങളെ കാണിച്ചു എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. സത്യത്തിൽ ഞാൻ ഇന്നലെ നമ്മൾ ന്യൂക്രിയേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ന്യൂക്രിയേഷൻ പെർഫെക്റ്റ് ആണ്, ദൈവിക നിയന്ത്രണത്തിലാണ്, ദൈവത്താലും ആത്മാവിനാലും വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മൾ ഇന്നലെ അത് കണ്ടിട്ട് നമ്മൾ ആമയം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളുടെ നടുവിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ വ്യാകുലപ്പെടരുത്. എനിക്കറിയാം കണ്ടമാനം കടഭാരമുള്ളവരുണ്ട്. കടഭാരം വന്ന് വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ ബാക്കി നിൽക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് വഴി തുറക്കാതെ കഷ്ടമനുഭവിക്കുന്നവരുണ്ട്. തലമുറകളുടെ പഠനം, ഇങ്ങനെ സാമ്പത്തിക വിഷയത്തിനകത്ത് വരവിനേക്കാൾ ചെലവ് കൂടിയതിനാൽ ഇതിനെ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വല്ലാതെ അവസ്ഥകൾ വ്യാകുലപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. നിങ്ങൾ ന്യൂക്രിയേഷൻ ആയെന്നതിന്റെ തെളിവെന്താ? നിങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പോലെയാണോ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് നോക്കേണ്ടത്? ഞാനിത് എൻ്റെ അകത്ത് പഠിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനന്ന് ഒരു കൺവെൻഷൻ നടത്തി. ദൈവം നമ്മളെ അനുഭവങ്ങളിൽ കൂടിയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. കൺവെൻഷൻ നടത്തി എനിക്ക് അന്ന് കൺവെൻഷൻ നടത്തിയപ്പോൾ ഞാൻ ഈ പലിശ പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു വന്നതുകൊണ്ട് എനിക്ക് ഈ സാമ്പത്തിക വിഷയത്തിൽ ഭയങ്കര പേടിയല്ല, ഞാൻ അങ്ങനെ പൊളിഞ്ഞിട്ടാണ് ഞാൻ കർത്താവിലേക്ക് തിരിയുന്നത്. കണ്ടമാനം പൈസയിട്ട് കളിച്ച ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരൊറ്റയാളോട് 1 രൂപ കടം മേടിക്കുകയോ അവനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയുകയോ ചെയ്യുന്ന ഒരു പ്രകൃതി എനിക്കില്ല. എൻ്റെ ഓർമ്മയിലില്ല. ഇനി വല്ലപ്പോഴും അങ്ങനെ ഇല്ല, പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ ആരോടെങ്കിലും അങ്ങനെ ഒരു ടോക്കൻ ഇന്ന് വന്നിട്ട് എന്നെ ഓർപ്പിക്കാം. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. ഞാൻ ചർച്ചയിൽ ഇത് പറയാറുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അതിന് കാരണം അപ്പോഴപ്പോൾ ദൈവത്തിൻ്റെ കരം തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആവശ്യം വന്നപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി, അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നേരെ റൂമിനകത്ത് കയറി റൂം അടച്ചങ്ങ് കിടക്കും. പ്രാർത്ഥിക്കുക പോലും ഇല്ല ദൈവത്തോട്. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട കേട്ടോ, പ്രാർത്ഥിച്ചോ നിങ്ങൾ ദൈവത്തോട്. അതിന് കാര്യമുണ്ട്. എൻ്റെ അകത്ത് കുറേ വചനങ്ങൾ ഇങ്ങനെ ദൈവാത്മാവ് ഉറപ്പായി തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം. അപ്പം നിങ്ങൾ ന്യൂക്രിയേഷൻ ആയിക്കഴിഞ്ഞാൽ
നിങ്ങൾ പുതുസൃഷ്ടികളായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്പനുണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകേണ്ടത് നിങ്ങളുടെ അകത്തുണ്ടാകുന്നത്? ഇത് നിങ്ങൾ ഈ വചനങ്ങൾ നമ്മുടെ അകത്ത് ഫെയ്ത്ത് ആകുന്നില്ല. എനിക്ക് നിങ്ങൾ ചിലർ ഭയങ്കര ഫെയ്ത്തിൽ പറയുന്നത് കേട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ശുഭശിഷ്ടമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഫെയ്ത്തിൽ ഈ പറഞ്ഞ വചനങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന കേൾക്കാൻ വേണ്ടി ഇച്ചിരി ഭയങ്കര ബോൾഡായിട്ട് സിസ്റ്റർ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാനത് അങ്ങനെ എനിക്കൊരു ഡിവൈസിൽ നിന്ന് വരുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങൾ ഈ വചനമൊക്കെ ഒന്ന്, ഞാൻ ഈ വചനം ഇടുമ്പോൾ വെറുതെ ഒരു വാക്യം കേൾക്കുന്ന പോലെ കേൾക്കരുത് കേട്ടോ. ഒന്ന് ഈ വചനം ഒന്ന് വായിച്ച്, ഒരാളൊന്ന് വായിച്ച്. സത്യം പറഞ്ഞാൽ എല്ലാവരും വായിക്കേണ്ടതാണ്. ഒന്ന് വായിച്ച് ഈ വചനം. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. നിങ്ങൾ അവന്റെ ഭക്തനാണോ? നിങ്ങൾ അവന്റെ ഭക്തയാണോ ഡയാന മേഡം? അതെ. ആണോ? ആണെങ്കിൽ ഒന്നിനും മുട്ടുവരാൻ പാടില്ല. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാണ്. ഒരു കാര്യത്തിന് മുട്ടുവരാതെ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരിക്കലും ഒരു കൺവെൻഷൻ കഴിഞ്ഞ് 35,000 രൂപ കടം. അന്ന് 35,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർഗമില്ലാത്ത സമയം, ഒരു രക്ഷയില്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ല. ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് വർഷങ്ങളായിരം മെയിൻറ്റെയിൻ ചെയ്ത ആളാണ് ഞാൻ. മിനിമം ബാലൻസ്. അപ്പൊ ആ സമയത്ത് 35,000 രൂപ കടം വന്നാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. റൂമിനകത്ത് കയറി ലോകത്താരും കാണില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞ് ഞാൻ കിടക്കും. ഞങ്ങളുടെ വീടുമല്ല, ഞങ്ങൾക്കന്ന് വീടുമില്ല. ഇപ്പോഴും വീടില്ല, വാടക വീട്ടിലാണ്. എന്നാൽ അന്ന് വാടക വീടുമില്ല. ഒരു വീട്ടിനകത്ത് കിടക്കുക, റൂമിലൊന്നും പുറത്തിറങ്ങുകയില്ല. അത്യാവശ്യം ലൈറ്റായിട്ട് എന്തോ ഭക്ഷണം കഴിക്കാൻ അങ്ങ് പുറത്തിറങ്ങി. ആ വീട്ടിൽ താഴേക്ക് ഇറങ്ങി വന്ന് ഭക്ഷണം കഴിച്ചു. 3-ാമത്തെ ദിവസം എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഫോൺ വരുന്നു, സജി പാഷ അർജന്റായിട്ട് കോയമ്പത്തൂർ വരെ വരാവോ? ചെന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ കവർ എടുത്തു തന്നു. സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. ആ കവറിനകത്ത് 20,000 രൂപ ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഫോൺ കോൾ വരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. പാസ്റ്റർ, ആദ്യമായിട്ട് ഞാൻ മണി ചെയിനിൽ നിന്ന് പൈസ എടുക്കുന്നത് എങ്ങനെയാണ് പാസ്റ്റർ? ഞങ്ങൾ തൃശ്ശൂർ ഇന്ന സ്ഥലത്തേക്ക് പാസ്റ്റർക്ക് പൈസ മണി ചെയിനിൽ പൈസ അയച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ കിട്ടും, 10,000 രൂപ അയച്ചിട്ടുണ്ട്, 20 + 10. ഉടൻ തന്നെ 30,000 രൂപ മേടിച്ച് ഞാൻ നേരെ ഷാരോനി ചെല്ലുകയാണ്. അടുത്ത പ്രോഗ്രാമിന് ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ അടുത്ത മീറ്റിങ്ങിനായിട്ട് പാസ്റ്റേഴ്സിനെ വിളിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ നോട്ടീസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ആൾ വിളിക്കുന്നു. ഒരൊറ്റ ആൾക്ക്, ലോകത്തൊരാൾക്കറിയില്ല കേട്ടോ. കൺവെൻഷന് വേണ്ടി അയച്ചു തന്നുവല്ല ഈ 3 പൈസ. പക്ഷേ 5,000 മണി ചെയിനായിട്ട് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ അയക്കുന്നതിന് പറയുന്നൊരു പദമാണല്ലോ അത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരാംശം, ദൈവത്തിന്റെ ഭക്തന്മാരാണെങ്കിൽ നിനക്കൊന്നിനും മുട്ടുവരില്ല, ഒന്നിനും മുട്ടുവരില്ല. ദൈവം നിങ്ങളുടെ, അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റല്ലേ ഉണ്ടാക്കേണ്ടത്. ഈ വായിച്ചൊക്കെ പ്രാർത്ഥിക്കാം. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ കൊച്ചായ ബാലസിംഹം ഒരു പക്ഷെ ഇര കിട്ടാതെ വിശന്നിരിക്കും, പക്ഷെ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയല്ലോ, ഒരു നന്മയ്ക്കും കുറവ് വരികയല്ലോ. ഒന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഈ വാക്യം ഒന്ന് പറയാൻ പറ്റും? ഇത് നിങ്ങളുടെ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ഈ വാക്യം, 2 വാക്യം നമുക്കൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാം. വളരെ സിമ്പിളായ വാക്യങ്ങളാണ്. മൈക്കിലെല്ലാം അൺമ്യൂട്ട് ചെയ്ത് വാക്യം ഒന്ന് വായിച്ച് എല്ലാവരും അങ്ങോട്ട് ഒന്ന് കേൾക്കട്ടെ. എല്ലാവരും ചെവിക്കകത്ത് നിന്ന് പതിയട്ടെ. കർത്താവേ, വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ബാലസിംഹങ്ങളുടെ വില കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല, ഒരു നന്മയ്ക്കും കുറവില്ല. ഒന്നത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ഒരു വിഷയത്തിന് നീ തളരില്ല, ഒരു വിഷയത്തിൽ ദൈവം നിന്നെ തളർത്തില്ല. മൈക്കിളെല്ലാം അൺമുട്ടിട്ട് പ്രാർത്ഥിച്ചോ. ലാബന, അങ്ങനത്തെ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണോ ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്? 1-2 മിനിറ്റ് പ്രാർത്ഥിച്ചു, 1-2 മിനിറ്റ് പ്രാർത്ഥിച്ച്. ഒരു വിഷയത്തിൽ ദൈവം തളർത്തില്ല. അത് നിന്റെ തലമുറ വിഷയമാകട്ടെ, അത് കുടുംബ വിഷയമാകട്ടെ, അത് ജോലിപരമാകട്ടെ, അത് ശുശ്രൂഷപരമാകട്ടെ, അത് ജീവിതമാകട്ടെ, ഒന്നും നിന്റെ തലമുറ അനുവദിക്കില്ല. നിന്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അവൻ പരിഹരിക്കും.
യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. ഒന്നിനും ഒരു കുറവുണ്ടാകില്ല. നടത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. കരുതുന്നൊരു ദൈവമുണ്ട് കേട്ടോ. പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. സഹായിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഷാപ ലബാന ജബൽ പ്രൗഷവനം. നമ്മുടെ ഭവനങ്ങളുടെ എല്ലാ ഭവനങ്ങളുടെയും വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ഞാൻ ഈ വീടുകളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിരന്തരം കണ്ടമാനം നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു പ്രകൃതിയിൽ നിൽക്കുന്നയാളല്ല കേട്ടോ. ഒന്നാമത് ഞാൻ എല്ലാ വിഷയങ്ങളും അങ്ങനെ എണ്ണി 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 പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതി എനിക്കില്ല. രണ്ടാമത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പറയുന്ന തലം മറ്റൊരു തലമാകയാൽ ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ പാസ്റ്ററെ ഇടയ്ക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതിനൊരു കാര്യമുണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ശക്തന്മാരുണ്ട് അശക്തന്മാരുണ്ട്. അപ്പോൾ അശക്തന്മാരായ ഒരാൾ തളർന്നിരിക്കുന്നു, ഒരാൾ വീട്ടിൽ കണ്ടമാനം പ്രയാസങ്ങൾ കാരണം വേദനിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന ന്യൂ ക്രിയേഷനകത്ത് കയറുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശക്തന്മാരായി നമ്മൾ എന്ത് ചെയ്യണം? അശക്തന്മാരായവരുടെ ബലഹീനതകളെ നമ്മൾ എന്ത് ചെയ്യണം? ചുമക്കണം. നിങ്ങൾ അവരുടെ കൂട്ടുകാരൻ്റെ ആത്മീക വർധനവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നന്മയ്ക്കായിട്ട് ആത്മീക വർധവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രസാദിക്കണം. അപ്പോൾ നിങ്ങളുടെ സഹോദരൻ വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, വേദനയെ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അന്യോന്യം കൈക്കൊണ്ട് അന്യോന്യം നിങ്ങൾ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണമെന്ന് തിരുവചനത്തിനകത്തുനിന്നൊരു വെളിപ്പാട് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധമാണ് ഇതിൻ്റെ ആഴമായ അടിസ്ഥാനമെന്ന് പറയുന്നത്. നിങ്ങളുടെ അകത്തെ ബന്ധം കയറട്ടെ. ഈ രാവിലെ പ്രാർത്ഥനകളിൽ ഞാൻ പരമാവധി ശ്രമിക്കുന്നു. അതിനാണ് രാവിലെ പ്രാർത്ഥന ഞാൻ പരമാവധി പ്രസംഗമല്ല പറയുന്നത്. ഇതിനകത്ത് പല ചിന്തകൾ, ദൈവവചനത്തിൽ പല വെളിപ്പാടുകൾ നമ്മുടെ അകത്തേക്ക് ദൈവാത്മ തുറക്കുകയാണ്. അങ്ങനെ ഒരു തലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത് ജീവിക്കാൻ പറ്റുമ്പോഴുള്ള മെച്ചം എന്ന് അറിയാമോ? ഈ സ്റ്റേജിൽ വന്നാൽ, ഈ തലത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന മൈൻഡിനെ കീപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ അറിയാതെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വരും. അറിയാതെ നിങ്ങളുടെ തലമുറകളുടെ മുമ്പിൽ ഭാവി തുറന്നു വരും. സകല കാര്യങ്ങളും ദൈവരാജ്യം തുറക്കാൻ തുടങ്ങിയാൽ, ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രദർശിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ കരങ്ങളിൽ ഇരിക്കുന്നത് പെരുകാൻ തുടങ്ങും. നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നത് പെരുകാൻ തുടങ്ങും. മുമ്പിൽ അത്ഭുതകരമായ വഴി തുറക്കാം. നിങ്ങളൊന്നും വ്യാകുലപ്പെടണ്ട, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട. എനിക്ക് ഇതിനെക്കുറിച്ച് സാക്ഷ്യങ്ങളെ പറയാനുള്ളൂ. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട.
കർത്താവ് അങ്ങനെ നിങ്ങളെ പെരുപ്പിക്കും, അങ്ങനെ മടത്തും. പക്ഷേ ഇത് എത്ര നമ്മൾ പറഞ്ഞാലും ഇതകത്ത് കയറാത്ത. ഇപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാം വരുന്നു, അല്ല എക്സാം റിസൾട്ട് വരുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം എനിക്കറിയാം, ചിലർക്ക് ടെൻഷനായിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട്. അവരെ ടെൻഷനിലാണ് പറയുന്നത്. ഒന്നുമില്ലെന്നേ, പരിശുദ്ധാത്മാവിൻ്റെ കാര്യം നിങ്ങളുടെ തലമുറകളുടെ മേലുണ്ട്. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തും. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. നിങ്ങൾ ഭാരപ്പെടണ്ട. അപ്പം ഇതുപോലെ നിങ്ങളുടെ വിഷയങ്ങളുടെ എല്ലാം ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെട്ടു. കാരണം നിങ്ങൾ ആരോ, നിങ്ങൾ മക്കളാണ്. നിങ്ങൾ മക്കളാണ്. പരീക്ഷ എഴുതി തോറ്റു എന്ന് പറഞ്ഞ് 3 പരീക്ഷ തോറ്റു എന്ന് പറഞ്ഞ ആള് പരീക്ഷ ജയിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് തോറ്റു. അപ്പൊ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൂതം വരെ കയറി ഇടപെടുന്നേ. അത് ഞാൻ പറയാൻ പോയ പ്രശ്നമായി പറഞ്ഞു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറിയാൽ തോറ്റവിനെ ജയിപ്പിക്കാൻ ദൂതം കയറി ഇടപെടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ തലങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെയൊക്കെയുള്ള തലങ്ങൾ, സ്പിരിച്വൽ ഇതിനകത്ത് ഭയങ്കര റാങ്കിങ് നിലവാരങ്ങളുണ്ട്, തലങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അത്ഭുതം നടക്കും. ഓക്കെ, നമുക്ക് ഒരു വാക്ക് 6:30 നമുക്ക് 2 മിനിറ്റ് നേരം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും രാവിലെ പ്രാർത്ഥിക്കാൻ വരുന്ന ഇത് ഞാൻ നോക്കുമ്പോൾ 100 പേര് 150 200 പേരൊക്കെ ചിലപ്പോൾ ഇത് മോർണിംഗ് പ്രെയർ കേൾക്കുന്നുണ്ട്. രണ്ടാമത് അപ്ഡേറ്റ് ഞാനിത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും. കാരണം നമ്മളെല്ലാം കൂടെ അന്യഭാഷ പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ കുറേ വിഷയങ്ങളും ഭാരങ്ങളും ഉണ്ട്. ഇതിന്ന് പറയാൻ തുടങ്ങിയ രാത്രി വരെ പറയേണ്ടി വരും. പക്ഷേ എല്ലാ വിഷയത്തിനും പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉള്ളത് കൊണ്ട് 2 മിനിറ്റ് നേരം എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് നമ്മുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലായിരിക്കും, പക്ഷെ പ്രശ്നമുള്ള കുടുംബങ്ങളുണ്ട്. നിങ്ങളിന്ന് അതോറിറ്റി അവിടേക്ക് പകരും. നിങ്ങളിന്ന് ജീവൻ അങ്ങോട്ട് ഒഴുകും. നിങ്ങളിലുള്ള മഹത്വം അങ്ങോട്ട് ഒഴുകും. എല്ലാ കുടുംബങ്ങളിലും ഭയങ്കരമായ ദൈവിക സമാധാനവും ആനന്ദവും നിറവുകളും ദൈവിക ഉയർച്ചകളും ദൈവിക മാന്യതകളും എല്ലാ കുടുംബങ്ങളും വെളിപ്പെട്ടു വരുവാൻ, ദൈവത്തിന്റെ കരം തുറക്കാൻ, അവർ അനുഭവിക്കുന്ന വേദനകളെ ദൈവാത്മാവ് എടുത്തു മാറ്റുവാനായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും ഓർത്തുകൊണ്ട് മൈക്കിളെല്ലാം മൺമുട്ടിൽ നിന്നും 2 മിനിറ്റ് വരെ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഷാഭാരാബാന ലാദരാരക ശന്തരാദിരാദനാരകടകതന വൈഡപ്രവടപന മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കൂ. ഷാപ ലബാന ജപപ്രൗഷപന ഹംദൽ പ്രൗഢപന. കർത്താവേ, ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളുമേലും ദൈവത്തിന്റെ കരം തുറന്നു വരുവാൻ, ഓരോ കുടുംബങ്ങളുമേലും ദൈവത്തിന്റെ മറുപടികൾ, ദൈവിക മറുപടികൾ വെളിപ്പെട്ടു വരുവാൻ, ദൈവിക കരുതലുകൾ വെളിപ്പെട്ടു വരുവാൻ, ദൈവത്തിന്റെ വഴികൾ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ ഈ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത മാസത്തിലെ 13ാമത്തെ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളാണെന്നും പുതിയ സൃഷ്ടികളായി ഞങ്ങൾ കർത്താവേ അങ്ങയാൽ പെർഫെക്റ്റാണെന്നും ആ പെർഫെക്റ്റായ ഞങ്ങൾ അങ്ങയുടെ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടവരാകിയാൽ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാകിയാൽ ഞങ്ങളുടെ മനസ്സിനെ അങ്ങനെ സൂക്ഷിക്കണമെന്നും, ഞങ്ങളുടെ മനസ്സിനകത്ത് ഞങ്ങളെ വേദനിപ്പിക്കുന്ന, വ്യാകുലപ്പെടുത്തുന്ന, അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ ഞങ്ങൾ ആരാണെന്നുള്ളതിൻ്റെ വെളിപ്പാടിൽ ചിന്തിപ്പാൻ, വിശകലനം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പറവയെ നോക്കുവാനും ഇടയ്ക്കൊക്കെ താമരയെ നോക്കുവാനും ഇതിനൊക്കെ വളർത്തുന്നൊരു ദൈവമുള്ളതുകൊണ്ട് ഞങ്ങൾ കർത്താവെ അങ്ങയുടെ രാജ്യവും നീതിയും മാത്രം അന്വേഷിച്ച് അതിലൂടെ ദൈവം ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ കരുതൽ അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ലെന്ന് പറഞ്ഞ കർത്താവ് ഈ കുടുംബങ്ങളെ മുഴുവൻ നന്മകളാൽ നിറയ്ക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു.
എല്ലാ വഴികളും തുറന്നു കൊടുക്കണമേ. ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. കർത്താവിനകത്ത് ഭാരം അനുഭവിക്കുന്നവരുണ്ട്, പല പ്രയാസങ്ങൾ, പല വേദനകൾ, പല ഭാരങ്ങൾ, സാമ്പത്തികമായിട്ട്, ജോലിപരമായിട്ട്, കുടുംബപരമായിട്ട്, ശാരീരിക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, തലമുറകളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെ കണ്ടമാനം വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, അങ്ങയുടെ കരം ഈ വിഷയങ്ങളുടെ മേലെല്ലാം അങ്ങ് ചലിപ്പിക്കേണ്ടവനായിട്ട്, അവരുടെ വിശ്വാസത്തെ അങ്ങ് കണ്ട് അങ്ങയുടെ കരം അതിന്മേൽ തുറന്നു വരേണ്ടവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാണ് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.